തിരുവനന്തപുരം കവടിയാർ ജംഗ്ഷനിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഹീര വെൽമോണ്ടിൻ്റെ ഒരു ഫ്ലാറ്റ് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി ഉണ്ടോ, ഹീരയുടെ തൊട്ടടുത്തായിട്ടുള്ള ഹീര പാലസിന് നമ്മൾ മുന്നേ ഇരിക്കുക ദേ കാണുന്ന ആ ഒരു പെൻറ്റ് ഹൗസ് സെയിലിനിട്ടിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ തന്നെ സെയിലായി. കാരണം അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള നല്ല കിടിലം കിടുക്കാച്ചി ലൊക്കേഷൻ തന്നെ പറയാം. എന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമുക്ക് കവടിയാർ കൊട്ടാരം എല്ലാം കാണാൻ സാധിക്കും. ആ രീതിയിൽ വിസിബിലിറ്റി എല്ലാം വരുന്ന നല്ല കിടിലൻ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. കവടിയാർ ജംഗ്ഷനിൽ തന്നെയാണ് ഹീര വെൽമോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കൊരു പെൻറ്റ് ഹൗസാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ 2 നിലകളിലായിട്ട് 3900 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ഫ്ലാറ്റാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഇനി ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്കുകളൊക്കെ ചെയ്ത് നീറ്റാക്കി എടുക്കാനും സാധിക്കും. നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ശരിക്കും ഈ ഫ്ലാറ്റിലേക്ക് ഒത്തിരിയധികം എൻട്രൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാൽ 3 എൻട്രൻസ് വരും. നമുക്ക് 10th ഫ്ലോറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. അതുപോലെ തന്നെ 11th ഫ്ലോറിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക്, അതായത് ഫ്ലാറ്റിനകത്തേക്ക് എൻട്രൻസ് വരും. ഇതാ ഈ കാണുന്ന പോലെ നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് TV എല്ലാം വെക്കാവുന്ന രീതിയിലുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ ഒരു ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. ഇതൊക്കെ ഹെറിറ്റേജ് ഫർണിച്ചർ എന്ന് പറയാം. ആ രീതിയിൽ ഡിസൈനിലൊക്കെ വരുന്ന നീറ്റായിട്ടുള്ള ഫർണിച്ചറാണ് നമുക്ക് അകത്തായിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരും. ഇവിടെ നിന്ന് നമ്മളൊരു വലിയൊരു ബാൽക്കണിയിലേക്ക് എൻട്രൻസ് വരും. ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കവടിയാർ കൊട്ടാരം, ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കവടിയാർ ജംഗ്ഷൻ. ആ രീതിയിൽ പ്രോപ്പർ ജംഗ്ഷനിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത്. ഇതേ കണ്ടോ, ഇത് കവടിയാർ ജംഗ്ഷനാണ്. അങ്ങനെ കവടിയാർ ജംഗ്ഷനിൽ തന്നെ നമുക്കൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാനുള്ളൊരു അവസരമാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി തടിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മളിന്ന് വില പറയാൻ പോകുന്നത്. നമുക്കിതാ ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വുഡിലാണ് നമുക്കിതാ ഈ കാണുന്ന വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ആയിട്ട് സ്റ്റൗവും ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടും. ഇവിടെ ഒരു ഡോറ് കണ്ടോ. ഈ ഡോറ് വഴിയും നമുക്ക് ഈ വീടിനകത്തേക്ക് കയറാവുന്നതാണ്. എങ്ങനെ വെച്ചാൽ നമുക്ക് മെയിൻ ഡോർ പോകെ നമുക്ക് ഇതുപോലെ വേറെ എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ സ്റ്റാഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചൻ്റെ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ വർക്ക് ചെയ്യാനും ആ രീതിയിൽ സാധിക്കും. അവർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ആയിട്ട് റൂമുണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെ സ്റ്റാഫിന് താമസിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റൂമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ചെറിയൊരു റൂമാണ്. സെർവൻറ്റിന് വേണ്ടിയിട്ടുള്ള റൂമാണ്. നമുക്കിനി താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. അത് പോയിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. പക്ഷേ ഈ റൂമും നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനകത്തും കൂടെ തമ്മിൽ കണക്റ്റഡ് ആണ്. അതിനകത്ത് ഡോർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് റൂമാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റൂം. അതിനകത്ത് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. ഈ ഡോറ് കണ്ടോ. ഈ ഡോറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മറ്റേ ബെഡ്റൂമിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിന് നമുക്കിത് ബാത്റൂമായിട്ട് കണക്കാക്കാം. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇതിനകത്തുള്ള ബാത്റൂം സ്പേസ് ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഇതുപോലെ ഗ്ലാസ് പാർട്ടീഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ശരിക്കും കുറച്ച് ഇത് എങ്ങനെയായാലും ഒരു 15 വർഷത്തോളം പഴക്കമുള്ള ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇപ്പം നമുക്കിനി ഇതിൻ്റെ റെനോവേറ്റ് അങ്ങ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പൈപ്പ് ഫിറ്റിങ്സ് നമുക്ക് പുത്തൻ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. നമ്മുടെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ കണ്ട അതേ കണക്ക് തന്നെയുള്ള സ്പേസ് ഇവിടെയും കാണാൻ സാധിക്കും. മേളിലേക്ക് കയറാൻ ഇതുപോലെ സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മേളിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് തന്നെ ഒത്തിരിയധികം ബാൽക്കണികളിലേക്ക് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ ഇവിടെ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് വീണ്ടും വലിയൊരു ബാൽക്കണി ആക്സസ് ഉണ്ട്. അതായത് നമ്മൾ 10ാമത്തെ നിലയിൽ നിന്ന് കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റിയിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൊട്ടടുത്തായിട്ട് ഹീര പാലസ്, ഇവിടെ ആയിട്ട് കൊട്ടാരം, നമ്മുടെ കവടിയാർ ജംഗ്ഷൻ, അങ്ങനെ എല്ലാം കാണാവുന്ന രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ബാൽക്കണി ആക്സസ് ഉണ്ട്. അത് പോയിട്ട് 2-3 വലിയ റൂമുകളാണുള്ളത് കേട്ടോ. ആ റൂംസും കൂടെ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ AC കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്. അവിടെ നമ്മൾ നേരെ വരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് ഇങ്ങനെ വലിയൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ബാത്റൂം കേട്ടോ. ഇതൊരു ഓപ്പൺ ബാൽക്കണി കണക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് കുളിക്കാനുള്ള ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കമോഡെല്ലാം ഈ ഭാഗത്ത് വരും. നമുക്ക് ശരിക്കും ഒരു ഓപ്പൺ ബാത്റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ അടുത്ത ബെഡ്റൂം വരും. ഇതിലായാലും ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള സിമിലർ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈബ്രറി ഏരിയയിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു ഡോറ് കണ്ടോ. നമുക്ക് 11th ഫ്ലോറിൽ നിന്ന് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ പ്രോപ്പർട്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്കുകൾ, ഇപ്പോൾ സാനിറ്ററി വെയർസിന് അതിനെയൊക്കെ ഒന്നും പുത്തനാക്കി, അതായത് നമ്മുടെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്ന രീതിയിൽ നമുക്ക് ചെറിയ റെനോവേഷൻ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.